ജമാഅത്തെ ഇസ്ലാമിയുടെ പേരിൽ പരസ്പരം പഴിചാരി CPM-ഉം കോൺഗ്രസും. ജമാഅത്തെ ഇസ്ലാമി കറകളഞ്ഞ വർഗീയവാദികളാണെന്ന് ചൂണ്ടിക്കാട്ടിയ മുഖ്യമന്ത്രി പക്ഷേ ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായി താൻ കൂടിക്കാഴ്ച നടത്തിയെന്നും സമ്മതിച്ചു. ആരും ജമാഅത്തെ ഇസ്ലാമിയെ ശുദ്ധീകരിക്കാൻ നോക്കേണ്ട എന്നും പലയിടത്തും പല മുഖങ്ങളുള്ള ആഗോള സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. മതത്തിലൂന്നി നിരീക്ഷണം നടത്തുന്ന സംഘടനയാണ്. അവരെക്കുറിച്ച് ഗവേഷണം നടത്തുന്നവരാണ് മീഡിയ വൺ ചാനലെന്നും മുഖ്യമന്ത്രി കോഴിക്കോട് തുറന്നടിച്ചു. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ അനഘ ഹർഷൻ കോഴിക്കോട് നിന്നും ചേരുന്നുണ്ട്. അനഘ, മുഖ്യമന്ത്രിക്ക് ഇത് പറയാൻ അർഹതയുണ്ടോ എന്നതാണ് ചോദ്യം. എന്തായാലും ഈ വർഗീയ സംഘടനകൾക്ക് കുടപിടിക്കുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ പുതിയൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, കൃത്യമായി തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു ബന്ധവും തങ്ങൾക്കില്ലെന്ന് വാദിക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ശ്രമിച്ചത്. ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള സംഘടനയുമായി കൂട്ടുകെട്ട് ഉള്ളത് UDF-നാണ്. ജമാഅത്തെ ഇസ്ലാമി UDF-ന് ഇപ്പോൾ തങ്കക്കുടമാണ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കോഴിക്കോട് പറഞ്ഞത്. മറ്റൊന്ന്, ജമാഅത്തെ ഇസ്ലാമി എന്ന ഈ മതവർഗീയ സംഘടനയെ കുറിച്ച് ഗവേഷണം നടത്തുന്നവരാണ് മീഡിയ വൺ ചാനൽ എന്നും കൂടി മുഖ്യമന്ത്രി തുറന്നടിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ ആരും വെള്ളപൂശാൻ നോക്കണ്ട, ശുദ്ധീകരിക്കാൻ നോക്കണ്ട എന്നുകൂടി മുഖ്യമന്ത്രി പറയുന്നുണ്ട്. മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി അതൊരു ആഗോള സംഘടനയാണ്. അതിനെ അവർ ശുദ്ധീകരിക്കപ്പെടേണ്ടവരല്ല, അല്ലെങ്കിൽ അവർ മഹത്വവൽക്കരിക്കപ്പെടേണ്ടവരല്ല എന്ന് മുഖ്യമന്ത്രി കൃത്യമായി തുറന്നടിക്കുന്നുണ്ട്. മീഡിയ വണ്ണിനെതിരെ അല്ലെങ്കിൽ മീഡിയ വണ്ണിന്റെ ഈ നിലപാടിനെതിരെ അതിരൂക്ഷ വിമർശനം തന്നെയാണ് മുഖ്യമന്ത്രി ഇന്ന് ഉന്നയിച്ചത് എന്നുള്ളതാണ്. മറ്റൊന്ന്, ആദ്യഘട്ടത്തിൽ UDF-നൊപ്പം തന്നെയായിരുന്നു ജമാഅത്തെ ഇസ്ലാമി എന്ന് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം മുഖ്യമന്ത്രി ഇന്ന് നടത്തുന്നുണ്ട്. അതായത് ജമാഅത്തെ ഇസ്ലാമിയുമായി തങ്ങൾ ഒരു ഘട്ടത്തിൽ പോലും കൈകൊടുത്തിട്ടില്ല, തങ്ങളുടെ ഒപ്പം ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായിരുന്നില്ല എന്ന് വാദിക്കാനും അല്ലെങ്കിൽ അങ്ങനെ വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം കൂടി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടായിരുന്നു. പക്ഷേ 2019 തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയെ ഗസ്റ്റ് ഹൗസിൽ പോയി കണ്ടിട്ടുണ്ട് എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ തന്നെ ഒരു ഘട്ടത്തിൽ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് പറയുന്ന സാഹചര്യവും കോഴിക്കോട് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ ചോദ്യവും മുഖ്യമന്ത്രിയോട് ചോദിച്ച സമയത്താണ് പറഞ്ഞത്, അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായി താൻ വെൽഫെയർ പാർട്ടി നേതാക്കളുമായി ക്ലിഫ് ഹൗസിൽ വെച്ച് താൻ കണ്ടിട്ടുണ്ട്, അവരുമായി സംസാരിച്ചിട്ടുണ്ട്. ഇവർ വർഗീയവാദികളാണ്, മതവാദികളാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അന്ന് സംസാരിച്ചത്. പക്ഷേ അത് തെരഞ്ഞെടുപ്പ് ഡീലായിരുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷെ അന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു, തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയുമായി ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നായിരുന്നു അന്ന് 2019 തെരഞ്ഞെടുപ്പിൽ ഈ അമീർ, ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പറഞ്ഞത്. പക്ഷെ ആ വാദവും ഈ മുഖ്യമന്ത്രി ഇന്ന് തള്ളി പറയുകയാണ് എന്നുള്ളതാണ്. എന്തായാലും ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് കൃത്യമായി ഈ CPM പലതവണയും പല തെരഞ്ഞെടുപ്പുകളിലും SDPI-യും PDP-യും ഒക്കെ ആയി ബന്ധപ്പെട്ടൊരു അവിശുദ്ധ കൂട്ടുകെട്ടിൽ ഏർപ്പെടുകയും വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച പലവിധ കൂട്ടുകെട്ടിലും ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയോട് അടക്കം ഈ മുഖ്യമന്ത്രിയും അതുപോലെ CPM-ഉം ഒക്കെ വളരെ നല്ലൊരു ബന്ധം അണിയറയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്ന ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ തലയ്ക്ക് മേലിട്ടിട്ട് കൈയൊഴിയുകയാണോ? തീർച്ചയായും. അതായത് എല്ലാ കാലത്തും ഇവിടെയുള്ള കേരളത്തിലെ UDF-ഉം അതുപോലെ തന്നെ ഇടതുപക്ഷവും ജമാഅത്തെ ഇസ്ലാമിയുമായി കൈകോർത്തിട്ടുണ്ട്, കൈപിടിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ അവരുമായി രഹസ്യമായും പരസ്യമായും ഇവർ സഖ്യത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നടത്തിയത് UDF-ന് മാത്രമാണ് ജമാഅത്തെ ഇസ്ലാമി തങ്കക്കുടമാകുന്നത്, ജമാഅത്തെ ഇസ്ലാമി അന്ന് തുടർന്ന മതരാഷ്ട്രവാദം അല്ല മതവാദികൾ എന്ന നിലപാടിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി ഒരു തരി പോലും പിന്നോട്ട് പോയിട്ടില്ല, പിന്നെങ്ങനെയാണ് UDF ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യത്തിലാകുന്നത്, അവരുടെ തോളിൽ കൈയിടുന്നത് എന്നുകൂടി മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇതേ ചോദ്യം തന്നെയാണ് മുഖ്യമന്ത്രിയോടും ചോദിക്കാനുള്ളത്. മുഖ്യമന്ത്രി തന്നെ ഇന്ന് സമ്മതിക്കുന്നുണ്ട്, ജമാഅത്തെ ഇസ്ലാമി അവർ മതവാദികളാണ്, വർഗീയവാദികളാണ്, അതിലധിഷ്ഠിതമായി മുന്നോട്ട് പോകുന്നവരാണ്, അവരൊരിക്കലും മഹത്വവൽക്കരിക്കേണ്ടവരല്ല. അതിന് മീഡിയ വണ്ണിന് അങ്ങനെ അവരെ മഹത്വവൽക്കരിക്കുന്നതിന് മീഡിയ വണ്ണിനെ വിമർശിക്കുക പോലും മുഖ്യമന്ത്രി ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ഇതേ തരക്കാരോട് മുഖ്യമന്ത്രി അടങ്ങുന്ന CPM എല്ലാ കാലത്തും ചങ്ങാത്തം കൂടിയിട്ടുണ്ട്. പല തെരഞ്ഞെടുപ്പിലും ജമാഅത്തെ ഇസ്ലാമിയുമായി സംസാരിച്ചിട്ടുണ്ട്. CPM ജില്ലാ MV ഗോവിന്ദൻ ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഇത് രമേശ് ചെന്നിത്തല ഒരു വേദിയിൽ തുറന്നു പറഞ്ഞ സമയത്ത്
രമേശ് ചെന്നിത്തലയ്ക്ക് എന്താണ് എം വി ഗോവിന്ദൻ തന്നെ പറയുന്നുണ്ട്, ഈ രമേശ് ചെന്നിത്തലയ്ക്ക് എന്താണ് താൻ ആ വേദിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിൽ പ്രസംഗിച്ചതിന് എന്ന് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കൂട്ടുകെട്ടിന്റെ വാർത്തകൾ നിരന്തരം സമൂഹ മാധ്യമങ്ങളിലടക്കം ഇപ്പോൾ പ്രചരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ തള്ളിക്കൊണ്ട് ഇതിന്റെ കുറ്റം അത് UDF-ന്റെ തലയിലേക്ക് മാത്രം കെട്ടിവെക്കാനുള്ള ഒരു ശ്രമം അതിവിദഗ്ധമായി മുഖ്യമന്ത്രി ഇന്ന് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് തങ്ങൾ ശുദ്ധരാണ്, തങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമി എന്ന വർഗീയ സംഘടനയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറയാനുള്ള ശ്രമം. അതിലൂടെ തീർച്ചയായും അനഘ, കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. എന്തായാലും ജമാഅത്തെ ഇസ്ലാമി പോലുള്ള വർഗീയ സംഘടനയ്ക്ക് മേൽ ഈ കടിപിടി കൂടുകയാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും.